നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, മാർച്ച് 17 നമ്മുടെ +2 പൊതുപരീക്ഷ ആരംഭിക്കുകയാണല്ലോ. പരീക്ഷയ്ക്ക് +2 ഹിസ്റ്ററി ചോദ്യപേപ്പറിൽ ചോദ്യങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം ഉണ്ടായതിൻ്റെ ഇരട്ടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 30 മാർക്കിലധികം വൺ വേർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് വൺ വേർഡിൻ്റെ 16 സ്കോർ ലഭിക്കേണ്ടത്. വൺ വേർഡ് ചോദ്യങ്ങളിൽ തന്നെ പല തരത്തിലുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാകും. AB കോളംസ് ലിങ്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ, ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാനുള്ള ചോദ്യങ്ങൾ, ഓഡ് വൺ ഔട്ട് തുടങ്ങിയ ചോദ്യങ്ങൾ, അതുപോലെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. വൺ വേർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കൂടുതൽ മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നവയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ചോദ്യത്തിൽ തന്നെ ഉണ്ടാകും. വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ശരിയുത്തരം എഴുതുക മാത്രമേ വേണ്ടൂ. +2 ഹിസ്റ്ററിയുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട 8 തീമുകളിൽ നിന്നും വരാൻ സാധ്യതയുള്ള, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ 8 തീമുകളെ 2 ഭാഗങ്ങളാക്കിയാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് ആദ്യ ഭാഗത്ത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ആദ്യത്തെ 4 തീമുകളിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് ഉപകരിക്കുമെന്ന് കരുതുന്നു. ആദ്യം നമ്മൾ നോക്കുന്നത് ഫോക്കസ് ഏരിയയിലെ തീം 1, അതായത് നമ്മുടെ +2 ചരിത്ര പാഠപുസ്തകത്തിലെ ആദ്യത്തെ തീം തന്നെയാണ്. അതിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡുകളാണ്. തീം 1ൻ്റെ പേര് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ഇഷ്ടികകൾ, കൺമണികൾ, അസ്ഥികൾ എന്നുള്ള നമ്മുടെ ആദ്യ തീമിൽ ഏതൊക്കെയാണ് പ്രധാന വൺ വേർഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമത്തെ തീമിലെ ആദ്യ ചോദ്യം, ദി ഫസ്റ്റ് സൈറ്റ് വേർ ദി ഹരപ്പൻ സിവിലൈസേഷൻ വാസ് ഡിസ്കവേർഡ്. ഹരപ്പൻ സംസ്കാരത്തിൽ ആദ്യമായി കണ്ടെത്തിയ സൈറ്റ് അത് ഹാരപ്പ തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, ദി സൈറ്റ് ഓഫ് ഹാരപ്പ വാസ് ഡിസ്കവേർഡ് ബൈ. ഹാരപ്പൻ കേന്ദ്രം സൈറ്റ് കണ്ടെത്തിയതാര്? ദയാറാം സാനി. ദി ഗ്രേറ്റ് ബാത്ത് വാസ് ഡിസ്കവേർഡ് അറ്റ്. വലിയ കുളിപ്പുര അല്ലെങ്കിൽ മഹത്തായ സ്നാനഘട്ടം ഏത് സൈറ്റിലാണ് കണ്ടെത്തിയത്? അതിൻ്റെ ഉത്തരം മോഹൻജൊദാരോ. അടുത്ത ചോദ്യം, ദി ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ ASIയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സൈറ്റ് ഓഫ് മോഹൻജൊദാരോ വാസ് ഡിസ്കവേർഡ് ബൈ. മോഹൻജൊദാരോ കണ്ടെത്തിയത് R.D. ബാനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോൺ മാർഷൽ അനൗൺസ്ഡ് ദി ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻ ഡാഷ്. ജോൺ മാർഷൽ ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി പ്രഖ്യാപിച്ച വർഷം 1924. ഡാഷ് അനൗൺസ്ഡ് ദി ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ടു ദി വേൾഡ്. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഡാഷ് ആണ്. ഉത്തരം ജോൺ മാർഷൽ. അടുത്ത ചോദ്യം, മോഹൻജൊദാരോ മീൻസ്. മോഹൻജൊദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം മൗണ്ട് ഓഫ് ദി ഡെഡ് അല്ലെങ്കിൽ മരിച്ചവരുടെ കുന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റിമെയിൻസ് ഓഫ് ദി റൈസ് ഫൗണ്ട് അറ്റ് ദി ഹാരപ്പൻ സൈറ്റ് ഓഫ് ഡാഷ്. അരിയുടെ അവശിഷ്ടം കണ്ടെത്തിയ ഹാരപ്പൻ കേന്ദ്രമേത്? ലോഥൽ, ഗുജറാത്തിലെ ലോഥലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെറാക്കോട്ട മോഡൽസ് ഓഫ് പ്ലോ ഫൗണ്ട് അറ്റ് ദി ഹാരപ്പൻ സൈറ്റ്. കലപ്പയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ കേന്ദ്രമേത്? 2 കേന്ദ്രങ്ങളുണ്ട്, പാകിസ്ഥാനിലെ ചോളിസ്ഥാൻ, അതുപോലെ തന്നെ ഹരിയാനയിലെ ബനവാലി. ദി ആർക്കിയോളജിസ്റ്റ് ഫൗണ്ട് ദി എവിഡൻസ് ഓഫ് പ്ലോഡ് ഫീൽഡ് അറ്റ് ഡാഷ്.
നിലമുഴുതതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ കേന്ദ്രമേത്? അത് കാളിബംഗൻ ഇൻ രാജസ്ഥാൻ, രാജസ്ഥാനിലെ കാളിബംഗനാണ്. അടുത്ത ചോദ്യം, ദി ട്രേസസ് ഓഫ് ദി കനാൽസ് ഫൗണ്ട് അറ്റ് ദി സൈറ്റ് ഓഫ് ഡാഷ്. തോടുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ കേന്ദ്രം അത് അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് ഗായ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഷോർട്ട് ഗായ് ഇൻ അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓഥർ ഓഫ് ദി ബുക്ക് ദി സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ കഥ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? എസ്.എൻ. റോയ്. ദി സെൻറ്റർ വിച്ച് വാസ് എക്സ്ക്ലൂസീവ്ലി ഡിവോട്ടഡ് ടു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കരകൗശല ഉൽപാദനത്തിനു വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട ഒരു അധിവാസ കേന്ദ്രമേത്? ചാൻഹുദാരോ ആണ് അതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സെൻറ്റേഴ്സ് വിച്ച് സ്പെഷ്യലൈസ്ഡ് ഫോർ മേക്കിംഗ് ഷെൽ ഒബ്ജക്ട്സ് വേർ ഡാഷ്. ചിപ്പികൾ കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളേവ? നാഗേശ്വർ, ബലാക്കോട്ട്. അടുത്ത ചോദ്യം, ദി ഹാരപ്പൻ സൈറ്റ് വേർ വാട്ടർ റിസർവോയർ വാസ് ഫൗണ്ട്. ജലസംഭരണിയുടെ അവശിഷ്ടം കണ്ടെത്തിയ ഹാരപ്പൻ കേന്ദ്രം? ധോളാവീര ഇൻ ഗുജറാത്ത്, ഗുജറാത്തിലെ ധോളാവീര. അടുത്ത ചോദ്യം, ദി പ്ലേസ് ഫ്രം വേർ ദി ഹാരപ്പൻ പീപ്പിൾ ഗോട്ട് കോപ്പർ. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലമേത്? ഖേത്രി മൈൻസ് ഓഫ് രാജസ്ഥാൻ, രാജസ്ഥാനിലെ ഖേത്രിയിൽ നിന്നായിരുന്നു ചെമ്പ് ലഭിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എക്സ്പോണന്റ് ഓഫ് ദി തിയറി ഓഫ് ആര്യൻ ഇൻവേഷൻ. ആര്യൻ ആക്രമണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം മോർട്ടിമർ വീലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹാരപ്പൻ സ്ക്രിപ്റ്റ് വാസ് നോട്ട് ആൽഫബറ്റിക്കൽ ബട്ട് ഡാഷ്. ഹാരപ്പൻ ലിപി അക്ഷരമാല ലിപിയല്ല, മറിച്ച് ഡാഷ് ആണ്, പിക്ടോഗ്രാഫിക് അല്ലെങ്കിൽ ചിത്രലിപിയാണ്. അടുത്ത ചോദ്യം, ഹാരപ്പ വാസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. മോൺഗോമറി ഡിസ്ട്രിക്റ്റ് ഇൻ പഞ്ചാബ്, പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ പഞ്ചാബിലെ മോൺഗോമറി ജില്ലയിലാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. മോഹൻജൊദാരോ വാസ് സിറ്റുവേറ്റഡ് ഡാഷ്. മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാർക്കാന ഡിസ്ട്രിക്റ്റ് ഇൻ സിന്ധ് പ്രോവിൻസ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലുള്ള ലാർക്കാന ജില്ലയിലാണ് മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹാരപ്പൻ വെയ്റ്റ്സ് വേർ മെയിൻലി മെയ്ഡ് ഓഫ് ഡാഷ്. ഹാരപ്പൻ തൂക്കക്കട്ടികൾ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് ഡാഷ് എന്ന കല്ലുകൊണ്ടാണ്. ചെർട്ട് അല്ലെങ്കിൽ തീക്കല്ല്, അതാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്റ്റഡി ഓഫ് ലെയേഴ്സ് ഈസ് കോൾഡ്. പാളികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സ്ട്രാറ്റിഗ്രാഫി. ഹാരപ്പൻ ഗോഡ് പശുപതി ഈസ് ഐഡന്റിഫൈഡ് ആസ് ഡാഷ്. ഹാരപ്പൻ ദൈവമായ പശുപതിയാണ് ഡാഷ് ആയി കണക്കാക്കുന്നത്. പ്രോട്ടോ ശിവ അല്ലെങ്കിൽ ശിവന്റെ ആദി രൂപം, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഹാരപ്പൻസ് ഇമ്പോർട്ടഡ് കോപ്പർ ഫ്രം വിച്ച് കൺട്രി. ഹാരപ്പൻ ജനത ചെമ്പ് ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഏതാണ്? മെഗാൻ. ഇന്നത്തെ ഒമാനാണ് മെഗാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 2 A-B കോളങ്ങളാണ്. ലിങ്ക് കോളം A to B. ഇതുപോലെയല്ല ചോദിക്കുക, ഓർഡർ മാറിയിട്ടാവും. നമ്മൾ കറക്റ്റ് ഉത്തരമാണ് A-B കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹാരപ്പൻ സീൽസ്, ഹാരപ്പൻ മുദ്രകൾ. അതിൻ്റെ B കോളത്തിലുള്ളത് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്, ചിത്രലിപി. നെക്സ്റ്റ്, മോഹൻജൊദാരോ, മൗണ്ട് ഓഫ് ദി ഡെഡ്. മോഹൻജൊദാരോ മരിച്ചവരുടെ കുന്ന്. സെന്റർ ഓഫ് അതോറിറ്റി, അധികാര കേന്ദ്രം. B കോളത്തിൽ പ്രീസ്റ്റ് കിങ്, പുരോഹിത രാജാവ്. ദിൽമൻ, ബഹ്റൈൻ. മെഗാൻ, ഒമാൻ. അടുത്ത ചോദ്യം, ദി മെസപ്പൊട്ടേമിയൻ ടെക്സ്റ്റ് മെൻഷൻ ദി നെയിം മെലൂഹ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ഡാഷ്. മെസപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങളിൽ കാണുന്ന മെലൂഹ എന്ന പേര് ഡാഷ് പ്രദേശമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇൻഡസ് റീജിയൻ അല്ലെങ്കിൽ സിന്ധു നദീതട പ്രദേശം അല്ലെങ്കിൽ ഹാരപ്പൻ പ്രദേശം. അടുത്ത ചോദ്യം,
വൺ ഇമ്പോർട്ടൻറ്റ് ഹാരപ്പൻ സൈറ്റ് ഫ്രം ഹരിയാന. ഹരിയാനയിലെ ഒരു പ്രധാന ഹാരപ്പൻ സൈറ്റ് ഏതാണ്? രൂപാർ. അടുത്ത ചോദ്യം. ദി ഹാരപ്പൻ സൈറ്റ് വേർ ഷിപ്പ് യാർഡ് സിറ്റുവേറ്റഡ്. കപ്പൽ നിർമ്മാണശാലയുടെ അവശിഷ്ടം കണ്ടെത്തിയ ഹാരപ്പൻ സൈറ്റ് ലോഥൽ. അത് ഗുജറാത്തിലെ ലോഥൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട തീം 1 നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിലെ 2ാം തീമിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പരിചയപ്പെടാം. ഫോക്കസ് ഏരിയയിലെ 2ാമത്തെ തീം നമ്മുടെ +2 പാഠ പുസ്തകത്തിലെ 2ാമത്തെ തീം തന്നെയാണ്. അതിൻ്റെ പേര് കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ്. രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ എന്നാണ്. 2ാം തീമിലെ ആദ്യ ചോദ്യം. ദി ബ്രഹ്മി സ്ക്രിപ്റ്റ് വാസ് ഡെസിഫേർഡ് ബൈ. ബ്രഹ്മി ലിപി വായിച്ചെടുത്തത് ആരാണ്? ഉത്തരം ജെയിംസ് പ്രിൻസെപ്പ്. വിച്ച് ഈസ് ദി മോസ്റ്റ് പവർഫുൾ എമംഗ് ദി 16 മഹാജനപദാസ്. 16 മഹാജനപദങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായത് ഏതാണ്? ഉത്തരം മഗധ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദി ഫസ്റ്റ് റൂളർ ഓഫ് മഗധ. മഗധയിലെ ആദ്യ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ബിംബിസാരൻ. നെക്സ്റ്റ് വൺ. ദി ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മഗധ. മഗധയുടെ ആദ്യ തലസ്ഥാനം ഏത്? രാജഗൃഹം. അടുത്ത ചോദ്യം. ദി സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് മഗധ. മഗധയുടെ 2ാമത്തെ തലസ്ഥാനം ഏത്? ഉത്തരം പാടലീപുത്ര. നെക്സ്റ്റ് വൺ. ദി ഓദർ ഓഫ് ഇൻഡിക്ക. ഇൻഡിക്കയുടെ കർത്താവാര്? മെഗസ്തനിസ്. ദി ഫൗണ്ടർ ഓഫ് മൗര്യൻ ഡിനാസ്റ്റി. മൗര്യ രാജവംശ സ്ഥാപകനാര്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത അസെൻഡഡ് ദി ത്രോൺ ഇൻ ഡാഷ്. ചന്ദ്രഗുപ്തൻ അധികാരമേറ്റ വർഷമേത്? 321 BCE. അർത്ഥശാസ്ത്ര വാസ് റിട്ടൺ ബൈ ഡാഷ്. അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? കൗടില്യൻ ആണ് ഉത്തരം. മുദ്രരാക്ഷസ വാസ് റിട്ടൺ ബൈ ഡാഷ്. മുദ്രരാക്ഷസത്തിൻ്റെ കർത്താവാര്? വിശാഖദത്തൻ. അതാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കലിംഗ വാർ വാസ് ഫോട്ട് ബൈ അശോക ഇൻ ഡാഷ് ഇയർ. അശോകൻ കലിംഗ യുദ്ധം ചെയ്ത വർഷം 261 BCE. ദി റൂളേഴ്സ് ഹു അഡോപ്റ്റഡ് ദി ടൈറ്റിൽ ദേവപുത്ര. ദേവപുത്രൻ എന്ന സ്ഥാനപ്പേർ സ്വീകരിച്ചിരുന്ന ഭരണാധികാരികൾ ആരായിരുന്നു? കുഷാണ ഭരണാധികാരികൾ. ദി പ്രയാഗ് പ്രശസ്തി വാസ് കമ്പോസ്ഡ് ബൈ ഡാഷ്. പ്രയാഗ് പ്രശസ്തി രചിച്ചത് ആരാണ്? ഹരിസേനൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിസേന വാസ് ദി കോർട്ട് പോയിന്റ് ഓഫ് ഡാഷ്. ഹരിസേനൻ ആരുടെ കൊട്ടാരം കവിയായിരുന്നു? സമുദ്രഗുപ്തൻ്റെ. പ്രയാഗ് പ്രശസ്തി ഈസ് ഓൾസോ നോൺ ആസ്. പ്രയാഗ് പ്രശസ്തി അറിയപ്പെടുന്ന മറ്റൊരു പേര് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അലഹബാദ് സ്തംഭശാസനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് ടു ഇഷ്യൂ കോയിൻസ് ബെയറിംഗ് ദി നെയിംസ് ആൻഡ് ഇമേജസ് ഓഫ് റൂളേഴ്സ്. നാണയങ്ങളിൽ രാജാക്കന്മാരുടെ ചിത്രങ്ങളും പേരുകളും ആദ്യമായി ആലേഖനം ചെയ്തതാര്? ഇൻഡോ ഗ്രീക്കുകാർ. ദി ഫസ്റ്റ് ഗോൾഡ് കോയിൻസ് വേർ ഇഷ്യൂഡ് ബൈ. ആദ്യ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ ഭരണാധികാരികളാര്? കുഷാണന്മാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡിനാസ്റ്റി. ഗുപ്ത രാജവംശ സ്ഥാപകനാര്? ശ്രീഗുപ്തൻ. ദി മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ്
കുഷാൺസ്. കുഷാണ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാര്? ഉത്തരം കനിഷ്കൻ. ദി ശാക റൂളർ ഹു റീകൺസ്ട്രക്റ്റഡ് ദി സുദർശന ലേക്ക്. സുദർശന തടാകം പുതുക്കി പണിത ശാക ഭരണാധികാരി രുദ്രദാമൻ ഫസ്റ്റ്. റെക്കോർഡ് ഓഫ് ഗിഫ്റ്റ്സ് മെയ്ഡ് ടു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് നോൺ ആസ്. മതസ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ദാനങ്ങളുടെ രേഖകൾ അറിയപ്പെടുന്നത് വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ദാനലിഖിതങ്ങൾ. ദി ഓർഗനൈസേഷൻ ഓഫ് ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് മെർച്ചൻസ് ഈസ് നോൺ ആസ്. കച്ചവടക്കാർ, കരകൗശല വിദഗ്ധർ എന്നിവരുടെ സംഘടനയാണ് ഡാഷ്. ഗിൽഡ്സ് അല്ലെങ്കിൽ ശ്രേണികൾ. ഗിൽഡുകൾ അല്ലെങ്കിൽ ശ്രേണികൾ. നെക്സ്റ്റ് വൺ, ദി സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് കോൾഡ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നാണയശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ്. ദി ഏർലിയസ്റ്റ് കോയിൻസ് ഓഫ് ഇന്ത്യ ബെയറിംഗ് ഓൺലി സിംബൽസ് നോൺ ആസ്. ചിഹ്നങ്ങൾ മാത്രം ലിഖിതം ചെയ്ത ഇന്ത്യയിലെ ആദ്യകാല നാണയങ്ങളാണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് അല്ലെങ്കിൽ മുദ്രാങ്കിത നാണയങ്ങൾ. ദി മോസ്റ്റ് ഇംപ്രസീവ് ഗോൾഡ് കോയിൻസ് വർ ഇഷ്യൂഡ് ബൈ. ഏറ്റവും ആകർഷകമായ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് ഗുപ്തന്മാരായിരുന്നു, ഗുപ്താസ്. അതാണ് ഉത്തരം. ദി ഖരോഷ്ടി സ്ക്രിപ്റ്റ് വാസ് ഡെസിഫേർഡ് ബൈ. ഖരോഷ്ടി ലിപി ആദ്യമായി വായിച്ചത് ജെയിംസ് പ്രിൻസെപ്പ്. ദി സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഈസ് നോൺ ആസ് എപ്പിഗ്രാഫി. കൊത്തുലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി. റിച്ച് മെർച്ചൻസ് വേർ നോൺ ഇൻ തമിഴ് ലാംഗ്വേജ് ആസ്. സമ്പന്ന കച്ചവടക്കാരെ തമിഴിൽ ഡാഷ് എന്ന പേരിൽ വിളിക്കുന്നു, മസറ്റുവൻ. റിച്ച് മെർച്ചൻസ് വേർ നോൺ ഇൻ പ്രാകൃത് ആസ്. സമ്പന്ന കച്ചവടക്കാർ പ്രാകൃത് ഭാഷയിൽ അറിയപ്പെടുന്നത് സേത്തേസ് അല്ലെങ്കിൽ സാത്തവാഹാസ്. അപ്പോൾ ഫോക്കസ് ഏരിയയിലെ രണ്ടാമത്തെ തീമിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് വൺ വേർഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇത്രയൊക്കെയാണ്. അടുത്തതായി നാം മനസ്സിലാക്കുന്നത് ഫോക്കസ് ഏരിയയിലെ മൂന്നാം തീമിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ഫോക്കസ് ഏരിയയിലെ മൂന്നാമത്തെ തീം നമ്മുടെ +2 ചരിത്ര പാഠപുസ്തകത്തിലെ 4ാമത്തെ തീമാണ്. അതിൻ്റെ പേര് തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. ചിന്തകർ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ. ആ തീമിലെ ആദ്യത്തെ ചോദ്യം, ഋഗ്വേദ കമ്പൈൽഡ് ബിറ്റ്വീൻ 1000 BCE to 1500 BCE. ഋഗ്വേദം രചിക്കപ്പെട്ടത് 1000 BCEക്കും 1500 BCEക്കും ഇടയിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അശ്വമേധയാഗ വാസ് കണ്ടക്റ്റഡ് ബൈ. അശ്വമേധയാഗം നടത്തിയിരുന്നത് കിങ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർ. നെക്സ്റ്റ് വൺ, കുടകാരശാല മീൻസ്. കുടകാരശാല എന്നാൽ ഹട്ട് വിത്ത് എ പോയിന്റഡ് റൂഫ്. അഗ്രഭാഗം കൂർത്ത കുടിൽ എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വൺ, ദി പ്ലേസ് വേർ ബുദ്ധ വാസ് ബോൺ. ലുംബിനി ഇൻ കപിലവസ്തു. ബുദ്ധൻ ജനിച്ച സ്ഥലം കപിലവസ്തുവിലെ ലുംബിനിയിൽ. ദി പ്ലേസ് വേർ ബുദ്ധ അറ്റൈൻഡ് എൻലൈറ്റൻമെന്റ്. ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബോധ് ഗയ. ദി പ്ലേസ് വേർ ബുദ്ധ ഡെലിവേർഡ് ഹിസ് ഫസ്റ്റ് സെർമൺ. ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം സാരനാഥ് ആണ് ഇതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് വൺ, ദി പ്ലേസ് വേർ ബുദ്ധ അറ്റൈൻഡ് നിർവാണ. ബുദ്ധൻ്റെ നിർവാണ സ്ഥലം കുശിനഗര. വേദിക് ടെക്സ്റ്റ് വേർ കമ്പോസ്ഡ് ഇൻ ഡാഷ് ലാംഗ്വേജ്. വേദഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ സംസ്കൃതമാണ് അതിൻ്റെ ഉത്തരം. ദി ബർത്ത് പ്ലേസ് ഓഫ് മഹാവീര. മഹാവീരൻ്റെ ജനനസ്ഥലം കുന്ദഗ്രാമ ഇൻ വൈശാലി.
വൈശാലിയിലെ കുന്ദഗ്രാമത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി 4 നോബിൾ ട്രൂത്ത്സ് വേർ അസോസിയേറ്റഡ് വിത്ത്. 4 ആര്യസത്യങ്ങൾ ഏതു മതവുമായി ബന്ധപ്പെട്ടാണ്? ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധമതം. ദി റൂൾസ് ഓഫ് ബുദ്ധിസ്റ്റ് സംഘ വേർ ലെയ്ഡ് ഡൗൺ. ബുദ്ധമത സംഘത്തിൻ്റെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം സുത്തപീഠകം അല്ലെങ്കിൽ സുത്തപീഠക. ഹു വാസ് ദി ഫസ്റ്റ് വുമൺ അഡ്മിറ്റഡ് ഇൻ ടു ബുദ്ധിസ്റ്റ് സംഘ. ബുദ്ധസംഘത്തിൽ പ്രവേശനം ലഭിച്ച ആദ്യ വനിത മഹാപ്രജാപതി ഗൗതമി. ദി റോക്ക് കട്ട് കേവ്സ് യൂസ്ഡ് ആസ് ദി റെസിഡൻസ് ഓഫ് ബുദ്ധിസ്റ്റ് മോങ്സ് വാസ് കോൾഡ്. ബുദ്ധഭിക്ഷുക്കൾ താമസിച്ചിരുന്ന പാറ തുരന്നുണ്ടാക്കിയ ഗുഹകൾ അറിയപ്പെടുന്നത്? ഉത്തരം വിഹാരാസ് അല്ലെങ്കിൽ വിഹാരങ്ങൾ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഫിൽ ദി ബ്ലാങ്ക്സ് ഇൻ ബി. എ കോളം ബി കോളം തന്നിട്ടുണ്ടാവും. എയുടെ ഉത്തരം അവർ തന്നെ ചെയ്തിട്ടുണ്ടാവും. ബി കോളമാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. ഇതിൽ എ ഫസ്റ്റ് തീർത്ഥങ്കര, ആൻസർ ഋഷഭദേവ. ബി ലാസ്റ്റ് തീർത്ഥങ്കര ഡാഷ് മഹാവീര, ഉത്തരം. സെക്കൻഡ് വൺ മഹായാന ഗ്രേറ്റ് വെഹിക്കിൾ. ബി ഹീനയാന ഡാഷ് ലെസർ വെഹിക്കിൾ. തേർഡ് വൺ ജൈനിസം ത്രിരത്നാസ്. ബി ബുദ്ധിസം ഡാഷ് അഷ്ടാംഗമാർഗ. ഫോർത്ത് വൺ മഹാവീര കുണ്ടഗ്രാമ ഇൻ വൈശാലി. ബി ബുദ്ധ ലുംബിനി ഇൻ കപിലവസ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ബുദ്ധിസ്റ്റ് സെക്ട്സ് they worship bodhisattvas and the images of Buddha are known as. ബുദ്ധനെയും ബോധിസത്വന്മാരെയും ആരാധിച്ചിരുന്ന വിഭാഗമേത്? മഹായാന വിഭാഗം, മഹായാന സെക്ട്സ്. ദി ആർക്കിയോളജിസ്റ്റ് ഹു ട്രൈഡ് ടു പ്രൊട്ടക്ട് ദി സ്തൂപ ഓഫ് അമരാവതി. അമരാവതിയിലെ സ്തൂപത്തെ സംരക്ഷിക്കുന്നതിന് ശ്രമിച്ച പുരാവസ്തു ശാസ്ത്രജ്ഞൻ H. കോൾ ആണ് ഉത്തരം. ദി ബയോഗ്രഫി ഓഫ് സെയിൻസ് ഓർ റിലീജിയസ് ലീഡേഴ്സ് ഈസ് കോൾഡ്. സന്യാസിമാരുടെയും മതനേതാക്കന്മാരുടെയും ജീവചരിത്രം അറിയപ്പെടുന്നത് ഹേഗിയോഗ്രാഫി. നെക്സ്റ്റ് വൺ ത്രിപീഡകാസ് കൺസിസ്റ്റ് ഓഫ്. ത്രിപീഡകങ്ങളിൽ ഉൾപ്പെട്ടവ വിനയപീഡക, സുത്തപീഡക ആൻഡ് അഭിധമ്മ പീഡക. നെക്സ്റ്റ് വൺ വിനയപീഡക ഇൻക്ലൂഡ്സ്. വിനയപീഠകയിൽ ഉള്ളത് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ സംഘ. സംഘത്തിലെ അംഗങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമാണ് വിനയപീഠകത്തിൻ്റെ ഉള്ളടക്കം. സുത്തപീഠക ഇൻക്ലൂഡ്സ്. സുത്തപീഠകയിലുള്ളത് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. ബുദ്ധ മത തത്വങ്ങളാണ്, ബുദ്ധൻ്റെ തത്വങ്ങളാണ് സുത്തപീഠകയിലുള്ളത്. അഭിധമ്മ പീഠക ഇൻക്ലൂഡ്സ്. അഭിധമ്മ പീഠകത്തിൽ ഉള്ളത് എന്താണ്? ഫിലോസഫിക്കൽ മാറ്റേഴ്സ്, ദാർശനിക കാര്യങ്ങളാണ് അഭിധമ്മ പീഠകത്തിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ അറ്റ് സാരനാഥ് നോൺ ആസ് ഡാഷ്. ബുദ്ധൻ സാരനാഥിൽ നടത്തിയ ആദ്യ പ്രഭാഷണം അറിയപ്പെടുന്നത് ധർമ്മചക്രപ്രവർത്തനം എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഭാഷണം അറിയപ്പെടുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ദി സാൻസ്ക്രിറ്റ് വേർഡ് സ്തൂപ? സ്തൂപം എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണ്? എ ഹീപ്പ് ഓർ മൗണ്ട്, കൂമ്പാരം അല്ലെങ്കിൽ മൺമേട് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വൺ. മഹാവീര വാസ് ബോൺ ഇൻ 540 BC. 540 BC മഹാവീരൻ ജനിച്ച വർഷം. ബുദ്ധ വാസ് ബോൺ ഇൻ, ബുദ്ധൻ ജനിച്ച വർഷം 563 BC. 563 BCE. മഹാവീര ഡൈഡ് അറ്റ്, മഹാവീരൻ മരണപ്പെട്ട സ്ഥലം പാവപുരി. ബുദ്ധ ഡൈഡ് അറ്റ്, ബുദ്ധൻ മരണപ്പെട്ട സ്ഥലം കുശിനഗര. ഇമ്പോർട്ടൻറ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധമത ഗ്രന്ഥം അശോകവദനം. നെക്സ്റ്റ് വൺ. ദി റിലീജിയസ് മൂവ്മെൻറ്റ് അജ്വിക വാസ് ഫൗണ്ടഡ് ബൈ.
അജ്വിക മതപാരമ്പര്യത്തിൻ്റെ സ്ഥാപകനാര്? മക്കാലി ഗോശാല. ലോകായത്ത് ട്രഡീഷൻ വാസ് ഫൗണ്ടഡ് ബൈ. ലോകായത്ത് പാരമ്പര്യത്തിൻ്റെ സ്ഥാപകൻ ചാർവക. മഹാവീര ഡൈഡ് ഇൻ. മഹാവീരൻ മരിച്ച വർഷം 468 BCE, 468 BCE. ബുദ്ധ പാസ്ഡ് അവേ ഇൻ. ബുദ്ധൻ മരണപ്പെട്ട വർഷം 486 BCE. അടുത്ത ചോദ്യം, ലിങ്ക് കോളം എ ആൻഡ് ബി. അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എ കോളത്തിൽ ഇറാൻ, ചൈന, ഗ്രീസ്, ഇന്ത്യ. ബി കോളത്തിൽ സരതുഷ്ട്ര, കോങ്സി അല്ലെങ്കിൽ കൺഫ്യൂഷ്യസ്, സോക്രട്ടീസ്, ബുദ്ധ. ഇങ്ങനെയല്ല ചോദിക്കുക, ഇതിൻ്റെ ഓർഡർ മാറിയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഇറാൻ, സരതുഷ്ട്ര, ഇറാനിലെ ചിന്തകനായിരുന്നു സരതുഷ്ട്ര. ചൈന, കോങ്സി അല്ലെങ്കിൽ കൺഫ്യൂഷ്യസ്. ഗ്രീസ്, സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഏത് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇന്ത്യ, ബുദ്ധ അല്ലെങ്കിൽ മഹാവീര. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ തീമിലെ ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിലെ നാലാമത്തെ തീമിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ വൺ വേർഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലാക്കാം. ഈ ഫോക്കസ് ഏരിയയിലെ നാലാമത്തെ തീം നമ്മുടെ +2 ചരിത്ര പാഠപുസ്തകത്തിലെ 5ാമത്തെ തീമാണ്. അതിൻ്റെ പേര് ത്രൂ ദി ഐസ് ഓഫ് ട്രാവലേഴ്സ് എന്നാണ്. സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ എന്നാണ് ഈ തീമിൻ്റെ പേര്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി വർക്ക് ഓഫ് അൽ ബിറൂനി. അൽ ബിറൂനിയുടെ പുസ്തകം കിതാബ് ഉൽ ഹിന്ദ്. അൽ ബിറൂനീസ് ബർത്ത് പ്ലേസ്. അൽ ബിറൂനിയുടെ ജന്മദേശം ഖ്വാരിസം ഇൻ ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലെ ഖ്വാരിസം. ദി യൂറോപ്യൻ ട്രാവലർ ഹു സെറ്റിൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ താമസമാക്കിയ യൂറോപ്യൻ സഞ്ചാരി മനുച്ചി. നെക്സ്റ്റ് വൺ, ഇബിൻ ബത്തൂത്ത ആൻ അറബ് ട്രാവലർ കെയിം ടു ഇന്ത്യ ഫ്രം. അറബ് സഞ്ചാരിയായ ഇബിൻ ബത്തൂത്തയുടെ ജന്മദേശം ടാൻജീർ ഇൻ മൊറോക്കോ. മൊറോക്കോയിലെ ടാൻജീർ ആയിരുന്നു. ദി ഫേമസ് വർക്ക് ഓഫ് ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്തയുടെ പ്രധാന കൃതി റെഹ്ല. ഹൂസ് അപ്പോയിൻറ്റഡ് ഇബിൻ ബത്തൂത്ത ആസ് ചീഫ് ഖാസി ഇൻ ഡൽഹി. ഇബിൻ ബത്തൂത്തയെ ഡൽഹിയിലെ ഖാസിയായി, പ്രധാന ഖാസിയായി നിയമിച്ചത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അതാണ് ഉത്തരം. ഹൂസ് ഡെപ്യൂട്ടഡ് ടു റൈറ്റ് ദി ബുക്ക് ഓഫ് ഇബിൻ ബത്തൂത്ത, ദറ്റ് ഈസ് റെഹ്ല. ഇബിൻ ബത്തൂത്തയുടെ പുസ്തകം എഴുതുന്നതിന് നിയോഗിക്കപ്പെട്ടത് ആരെയായിരുന്നു? ഇബിൻ ജൂസായി. ഇബിൻ ജൂസായി ആണ് ഉത്തരം. ദി ടു സിറ്റീസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇബിൻ ബത്തൂത്ത ഇൻ ഹിസ് വർക്ക് വേർ. ഇബിൻ ബത്തൂത്ത തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്ന 2 നഗരങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി ആൻഡ് ദൗലത്താബാദ്. ഡൽഹിയും ദൗലത്താബാദും. നെക്സ്റ്റ് വൺ, ദി പോസ്റ്റൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് മിഡീവൽ പീരീഡ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇബിൻ ബത്തൂത്ത വേർ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 2 പോസ്റ്റൽ സമ്പ്രദായത്തെക്കുറിച്ച് ഇബിൻ ബത്തൂത്ത പറയുന്ന പോസ്റ്റൽ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ഉലഖ് ആൻഡ് ദവ. ഒന്ന് ഉലഖ്, മറ്റൊന്ന് ദവ. വാട്ട് ഈസ് മെൻ ബൈ ഉലഖ്? ഉലഖ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹോഴ്സ് പോസ്റ്റ്, അശ്വതപാൽ ആണ് ഉലഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദി മാർക്കറ്റ് പ്ലേസ് ഇൻ ദൗലത്താബാദ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ സിംഗേഴ്സ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇബിൻ ബത്തൂത്ത വാസ് ഡാഷ്. ദൗലത്താബാദിൽ ഗായകർക്കും ഗായികമാർക്കും വേണ്ടിയുള്ള ഇബിൻ ബത്തൂത്ത സൂചിപ്പിക്കുന്ന കമ്പോളത്തിൻ്റെ പേരെന്ത്? താരബാബാദ്. താരബാബാദ് എന്നാണ് അതിൻ്റെ ഉത്തരം. ഫ്രാങ്കോയിസ് ബേർണിയർ വാസ് എ ഡാഷ് ട്രാവലർ. ഫ്രഞ്ച് ട്രാവലർ.
The traveler who argued that there was no private ownership in land in Mughal period was. മുഗൾ കാലത്ത് ഇന്ത്യയിൽ സ്വകാര്യ ഭൂ ഉടമ അവകാശമുണ്ടായിരുന്നില്ലെന്ന് വാദിച്ച സഞ്ചാരിയാര്? ഫ്രാങ്കോയിസ് ബെർണിയർ. ദി ട്രാവലർ who described the Mughal ruler as the king of beggars and barbarians. മുഗൾ ഭരണാധികാരിയെ ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവായി ചിത്രീകരിച്ച സഞ്ചാരി ആരായിരുന്നു? ഫ്രാങ്കോയിസ് ബെർണിയർ ആയിരുന്നു. ദി കോൺസെപ്റ്റ് ഓഫ് ഓറിയന്റൽ ഡെസ്പോട്ടിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിച്ചത് ആരാണ്? മോണ്ടെസ്ക്യൂ. ഉത്തരമതാണ് മോണ്ടെസ്ക്യൂ. ഹൂ ഡെവലപ്ഡ് ദി ഐഡിയ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഏഷ്യൻ ഉൽപാദന രീതി എന്ന ആശയം വികസിപ്പിച്ചതാര്? കാൾ മാക്സ് ആയിരുന്നു ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ആശയം കൊണ്ടുവന്നത്. നെക്സ്റ്റ് വൺ, ദി യൂറോപ്യൻ ട്രാവലർ ഹൂ റോട്ട് അബൌട്ട് ദി സതി സിസ്റ്റം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സതി സമ്പ്രദായത്തെക്കുറിച്ച് എഴുതിയ യൂറോപ്യൻ സഞ്ചാരിയാര്? ഫ്രഞ്ച് സഞ്ചാരിയായ ഫ്രാങ്കോയിസ് ബെർണിയറാണ് ഇന്ത്യയിലെ സതി സമ്പ്രദായത്തെക്കുറിച്ച് വിശദീകരിച്ച് എഴുതിയത്. നെക്സ്റ്റ് വൺ, ദി വർക്ക് ഓഫ് ബെർണിയർ വാസ് റിട്ടൺ ഇൻ ഡാഷ് ലാംഗ്വേജ്. ബെർണിയറുടെ കൃതി ഏതു ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്? ഇംഗ്ലീഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ട്രാവൽസ് ഇൻ ദി മുഗൾ എംപയർ വാസ് റിട്ടൺ ബൈ. മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ എന്ന കൃതി എഴുതിയതാര്? ഫ്രാങ്കോയിസ് ബെർണിയറുടെ കൃതിയാണ് ട്രാവൽസ് ഇൻ ദി മുഗൾ എംപയർ. ഇനി നമ്മൾ കുറച്ച് സഞ്ചാരികൾ അവരെവിടെ നിന്ന് വന്നു, അവരുടെ ജന്മദേശം ഏതാണ്? വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കുറേ യൂറോപ്യൻ സഞ്ചാരികളും അറബ് പേർഷ്യൻ സഞ്ചാരികളും. അതിലാദ്യം നമ്മൾ നോക്കുന്നു യൂറോപ്യൻ സഞ്ചാരികൾ. ജെസ്യൂട്ട് റോബർട്ടോ നൊബിലി, പോർച്ചുഗൽ. ഡുവറ്റെ ബാർബോസ, പോർച്ചുഗൽ. ജീൻ ബാപ്റ്റിസ്റ്റ് ടവേർണിയർ, ഫ്രാൻസ്. മനുച്ചി, ഇറ്റലി. ഫ്രാങ്കോയിസ് ബെർണിയർ, ഫ്രാൻസ്. അപ്പോൾ ഇവർ യൂറോപ്യൻ സഞ്ചാരികൾ, ഇവരൊക്കെയാണ്. ഇനി അറബ് പേർഷ്യൻ സഞ്ചാരികൾ നമ്മൾ പഠിച്ച ആളുകൾ തന്നെയാണ്. അൽ ബിറൂനി, ഖ്വാരിസം ഇൻ ഉസ്ബെക്കിസ്ഥാൻ, ഹു വിസിറ്റഡ് ഇന്ത്യ ഇൻ ദി 11th century. ഇബിൻ ബത്തൂത്ത, ടാൻജീർ ഇൻ മൊറോക്കോ, ഹു വിസിറ്റഡ് ഇന്ത്യ ഇൻ ദി 14th century. അബ്ദുർ റസാഖ് സമർഖണ്ഡി, ഹിറാറ്റ്, who visited India in the 17th century. Next question, the traveler who wrote about the city of Vijayanagar. വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച്, വിജയനഗര പട്ടണത്തെക്കുറിച്ച് തൻ്റെ യാത്രാ വിവരണത്തിൽ മനോഹരമായി എഴുതിയ സഞ്ചാരി ആരാണ്? അബ്ദുർ റസാഖാണ് വിജയനഗരത്തെക്കുറിച്ച് തൻ്റെ യാത്രാ വിവരണത്തിൽ വളരെ മനോഹരമായി വിവരിച്ച സഞ്ചാരി. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ 4ാം പ്രമേയത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളെല്ലാം നാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 4 തീമുകളിൽ നിന്നും +2 പരീക്ഷയ്ക്ക് വരാവുന്ന എല്ലാ വൺ വേർഡുകളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമൊക്കെ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ 2ാം ഭാഗത്തിൽ ഫോക്കസ് ഏരിയയുടെ അടുത്ത 4 പ്രമേയങ്ങളുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് വൺ വേർഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാക്കാം. തൽക്കാലം നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.